അമ്മൂസ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് CBSE 5th സ്റ്റാൻഡേർഡ് സയൻസ് ചാപ്റ്റർ 2 ദ നെർവസ് സിസ്റ്റം. ഈ വീഡിയോയിൽ ഈ ചാപ്റ്റർ മുഴുവൻ നമ്മൾ പഠിക്കുന്നുണ്ട്. കൂടാതെ എക്സർസൈസും ക്വസ്റ്റ്യൻ ആൻസറും ഉണ്ട്. എൻ്റെ കൂട്ടുകാർ തീർച്ചയായും വീഡിയോ മുഴുവൻ കാണണം. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്തു കൊടുക്കണം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ഐക്കണിലും ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. ചാപ്റ്റർ 2 ദ നെർവസ് സിസ്റ്റം. You have learned in the previous chapter that the nervous system controls all the other systems of the body. The nervous system is made up of the brain, the spinal cord, and the nerves. The nervous system also controls your sense organs. It would not be possible for you to see, hear, taste, smell, or feel without the nervous system. Indeed, it is the nervous system that works continuously to control and coordinate all activities of the body. Let us learn about the different parts of the nervous system. നമ്മുടെ ശരീരത്തിലെ മറ്റെല്ലാ സംവിധാനങ്ങളെയും നിയന്ത്രിക്കുന്നത് നാഡീവ്യവസ്ഥ അല്ലെങ്കിൽ നെർവസ് സിസ്റ്റം ആണെന്ന് നമ്മൾ ആദ്യത്തെ പാഠത്തിൽ പഠിച്ചു. നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് ബ്രെയിൻ അല്ലെങ്കിൽ തലച്ചോറ്, സ്പൈനൽ കോഡ് അഥവാ സുഷുമ്നാ നാഡി, നെർവ്സ് അല്ലെങ്കിൽ ഞരമ്പുകൾ എന്നിവയാണ്. നാഡീവ്യൂഹമാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത്. നാഡീവ്യവസ്ഥയില്ലാതെ നമ്മൾക്ക് കാണാനോ കേൾക്കാനോ ആസ്വദിക്കാനോ മണക്കാനോ അനുഭവപ്പെടാനോ കഴിയില്ല. തീർച്ചയായും നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കാനും ഏകോപിപ്പിക്കാനുമായി തുടർച്ചയായി നാഡീവ്യവസ്ഥയാണ് പ്രവർത്തിക്കുന്നത്. ഈ പാഠത്തിൽ നമ്മുടെ നാഡീവ്യൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. The brain. You have learned that the brain is protected by the skull. The brain is the control center of the entire body. The brain sends messages to every organ of the body through the nerves. The brain is divided into 3 parts: cerebrum, cerebellum, and medulla. The brain അല്ലെങ്കിൽ തലച്ചോറ്. തീർച്ചയായും നമ്മുടെ നെർവസ് സിസ്റ്റത്തിലെ പ്രധാന ഭാഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തലച്ചോറ്. നമ്മുടെ തലച്ചോറിനെ തലയോട്ടിയാണ് സംരക്ഷിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു. ശരീരത്തിൻ്റെ മുഴുവൻ നിയന്ത്രണ കേന്ദ്രമാണ് മസ്തിഷ്കം അല്ലെങ്കിൽ തലച്ചോറ്. മസ്തിഷ്കം ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും ഞരമ്പുകളിലൂടെ സന്ദേശങ്ങൾ അയക്കുന്നു. ഇതനുസരിച്ചാണ് നമ്മുടെ ഓരോ അവയവവും പ്രവർത്തിക്കുന്നത്. തലച്ചോറിനെ 3 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു: സെറിബ്രം, സെറിബെല്ലം, മെഡുല. മസ്തിഷ്കത്തിൻ്റെ ഭാരത്തിൻ്റെ 85% സെറിബ്രത്തിൻ്റെയാണ്. സെറിബ്രം. The cerebrum is the largest part of the brain and is also called the big brain or the thinking part of the brain. The cerebrum helps you to think, remember, and reason. It also controls the sense organs. The cerebrum is divided into 2 halves. The right half deals with emotions and music, while the left half deals with logic and speech. ഇനി സെറിബ്രം എന്താണെന്ന് പഠിക്കാം. തലച്ചോറിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. ഇതിനെ ബിഗ് ബ്രെയിൻ അല്ലെങ്കിൽ തലച്ചോറിൻ്റെ ചിന്താഭാഗം എന്നും വിളിക്കുന്നു. ചിന്തിക്കാനും ഓരോ കാര്യങ്ങൾ ഓർമ്മിക്കാനും യുക്തിസഹമായി സംസാരിക്കുവാനും സെറിബ്രം നമ്മളെ സഹായിക്കുന്നു. സെൻസ് ഓർഗനെയും ഇതാണ് നിയന്ത്രിക്കുന്നത്. തലച്ചോറ് 3ആയി തിരിച്ചതുപോലെ സെറിബ്രത്തെയും ലെഫ്റ്റ്, റൈറ്റ് എന്ന 2 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഇതിൽ റൈറ്റ് സൈഡാണ് നമ്മുടെ വികാരങ്ങളും സംഗീതവും കൈകാര്യം ചെയ്യുന്നത്. ലെഫ്റ്റ് സൈഡ് നമ്മുടെ യുക്തിയും സംഭാഷണങ്ങളും മറ്റും കൈകാര്യം ചെയ്യുന്നു. സെറിബെല്ലം. The cerebellum is also called the little brain. It is 1/8 the size of the cerebrum. It controls the movement of muscles and enables you to keep your balance. ബ്രെയിൻ്റെ 2ാമത്തെ ഭാഗമാണ് സെറിബെല്ലം. സെറിബെല്ലത്തെ ചെറിയ മസ്തിഷ്കം അഥവാ ലിറ്റിൽ ബ്രെയിൻ എന്നാണ് വിളിക്കുന്നത്. നമ്മളിപ്പോൾ പഠിച്ച സെറിബ്രത്തിൻ്റെ 8/1 വലുപ്പമേ സെറിബെല്ലത്തിനുള്ളൂ.
നമ്മുടെ പേശികളുടെ ചലനത്തെ നിയന്ത്രിക്കുന്നതും നമ്മുടെ ശരീരത്തിൻ്റെ ബാലൻസ് നിലനിർത്താൻ സഹായിക്കുന്നതും സെറിബെല്ലമാണ്. മെഡുല. ദ മെഡുല ഈസ് ഓൾസോ കോൾഡ് ബ്രെയിൻ സ്റ്റെം, the smallest part of the brain. It is tubular and connects the brain to the spinal cord. It controls involuntary actions like digestion, breathing and blood circulation. ഇനി ബ്രെയിൻ്റെ മൂന്നാമത്തെ ഭാഗമായ മെഡുല എന്താണെന്ന് നോക്കാം. തലച്ചോറിൻ്റെ ഏറ്റവും ചെറിയ ഭാഗമായ മെഡുലയെ ബ്രെയിൻ സ്റ്റെം എന്നും വിളിക്കുന്നു. ഇത് ട്യൂബുലർ ആയതിനാൽ തലച്ചോറിനെ സ്പൈനൽ കോഡുമായി ബന്ധിപ്പിക്കുന്നു. ദഹനം, ശ്വസനം, ബ്ലഡ് സർക്കുലേഷൻ തുടങ്ങിയ അനിയന്ത്രിതമായ പ്രവർത്തനങ്ങളെ ഇത് നിയന്ത്രിക്കുന്നു. ദ സ്പൈനൽ കോഡ്. ദ സ്പൈനൽ കോഡ് ഈസ് എ thick bundle of nerves that extends down from the medulla to the lower back. It is protected by the backbone. Nerves arise from the both sides of the spinal cord and come out through the side of the backbone. Messages travel from the brain to the spinal cord and then to all parts of the body. Messages travel back from the body parts to the brain. ഇനി നമുക്ക് നെർവസ് സിസ്റ്റത്തിലെ അടുത്ത ഭാഗമായ സ്പൈനൽ കോഡ് എന്താണെന്ന് നോക്കാം. നമ്മൾ ഇപ്പോൾ പഠിച്ച മെഡുലയിൽ നിന്ന് താഴേക്ക് നീളുന്ന ഞരമ്പുകളുടെ കട്ടിയുള്ള ഒരു ബണ്ടിലാണ് സ്പൈനൽ കോഡ്. ഇതിനെ നമ്മുടെ നട്ടെല്ലാണ് സംരക്ഷിക്കുന്നത്. സുഷുമ്നാനാഡിയുടെ രണ്ട് ഭാഗത്തു നിന്നും ഞരമ്പുകൾ ഉണ്ടാകുകയും നട്ടെല്ലിൻ്റെ വശത്തിലൂടെ പുറത്തു വരികയും ചെയ്യുന്നു. നമ്മുടെ തലച്ചോർ നൽകുന്ന സന്ദേശങ്ങൾ ആദ്യം സുഷുമ്നാനാഡിയിലേക്കാണ് എത്തുന്നത്. പിന്നീടാണ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തുന്നത്. അതുപോലെ തന്നെ ശരീരഭാഗങ്ങളിൽ നിന്ന് തലച്ചോറിലേക്ക് സന്ദേശങ്ങൾ തിരികെ പോകുകയും ചെയ്യുന്നു. റിഫ്ലെക്സ് ആക്ഷൻ. If you accidentally touch a hot object, you withdraw your hand automatically and immediately. You do this fast even without actually thinking. Such actions that are done automatically without thinking are called reflex actions. Reflex actions are under the control of the spinal cord. The messages do not go to the brain. അടുത്തതായി നമ്മൾ പഠിക്കുന്നത് റിഫ്ലെക്സ് ആക്ഷൻ എന്താണെന്നാണ്. നമ്മൾ അബദ്ധവശാൽ ഒരു ചൂടുള്ള വസ്തുവിനെ തൊട്ടെന്നിരിക്കട്ടെ, ചൂട് പാത്രത്തിലോ തീയിലോ തേപ്പ് പെട്ടിയിലോ അങ്ങനെ എവിടെയെങ്കിലും. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ കൈ പെട്ടെന്ന് പിൻവലിക്കില്ലേ? യഥാർത്ഥത്തിൽ ചിന്തിക്കാതെ തന്നെയാണ് നമ്മൾ ഇത് വേഗത്തിൽ ചെയ്യുന്നത്. ചിന്തിക്കാതെ യാന്ത്രികമായി ചെയ്യുന്ന അത്തരം പ്രവർത്തനങ്ങളെയാണ് റിഫ്ലെക്സ് ആക്ഷൻ എന്ന് വിളിക്കുന്നത്. റിഫ്ലെക്സ് ആക്ഷനെ നിയന്ത്രിക്കുന്നത് സ്പൈനൽ കോഡാണ്. ഇത്തരം സന്ദേശങ്ങൾ തലച്ചോറിലേക്ക് പോകില്ല. നെർവ്സ്. ബിഫോർ വി ലേൺ അബൌട്ട് നെർവ്സ്, ലെറ്റ് us learn about nerve cells or neurons. Nerve cells or neurons. The nervous system is made up of nerve cells or neurons. Neurons have many branches coming out from the cell body, which forms the main part of the neurons. Small branches called dendrites extend short distance from the cell body and form a synapse. Synapse is the space between two neurons or nerve cells with the dendrites of other neurons. A long branch called axon makes connections with axons of other neurons. Thus, nerves extend to all parts of the body through this system and help in communication between all the parts of the body. ഇനി നമുക്ക് നെർവ്സ് അഥവാ ഞരമ്പുകൾ എന്താണെന്ന് പഠിക്കാം. ഞരമ്പുകളെക്കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് നെർവ് സെൽസ് അഥവാ ന്യൂറോൺസ് എന്താണെന്ന് പഠിക്കാം. നെർവ് സെൽസ് ഓർ ന്യൂറോൺസ്. നാഡീകോശങ്ങൾ അല്ലെങ്കിൽ ന്യൂറോണുകൾ. നെർവ് സെല്ലുകൾ ന്യൂറോണുകളെന്നും അറിയപ്പെടുന്നു. ന്യൂറോണുകൾക്ക് 3 ഭാഗങ്ങളുണ്ട്. 1 സെൽ ബോഡി, 2 ഡെൻഡ്രിറ്റ്സ്, 3 ആക്സോൺ. നാഡീകോശങ്ങൾ അല്ലെങ്കിൽ ന്യൂറോണുകൾ ചേർന്നതാണ് നെർവ് സിസ്റ്റം. സെൽ ബോഡിയിൽ നിന്ന് പുറത്തു വരുന്ന ഒരുപാട് ശാഖകൾ ന്യൂറോണുകൾക്കുണ്ട്. ഇത് ന്യൂറോണുകളുടെ പ്രധാന ഭാഗമാണ്. ഡെൻഡ്രൈറ്റ്സ് എന്നറിയപ്പെടുന്ന ചെറിയ ശാഖകൾ സെൽ ബോഡിയിൽ നിന്ന് അല്പം മാറി മറ്റ് ന്യൂറോണുകളുടെ ഡെൻഡ്രൈറ്റുമായി ചേർന്ന് ഒരു സിനാപ്സ് ഉണ്ടാകുന്നു. 2 ന്യൂറോണുകൾ തമ്മിലുള്ള അകലമാണ് സിനാപ്സ്.
ആക്സോൺ എന്ന നീളമുള്ള ശാഖ മറ്റ് ന്യൂറോണുകളുടെ ആക്സോണുമായി ബന്ധിപ്പിക്കുന്നു. അങ്ങനെ ഈ സംവിധാനത്തിലൂടെ ഞരമ്പുകൾ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വ്യാപിക്കുകയും ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെ സഹായിക്കുകയും ചെയ്യുന്നു. നെർവ്സ്. Nerves are like wires that run throughout the body. They can be compared to telephone lines that connect telephones in all directions. You have learned that nerves link every part of the body to the brain through the spinal cord. ശരീരത്തിൽ ഉടനീളം പ്രവർത്തിക്കുന്ന വയറുകൾ പോലെയാണ് ഞരമ്പുകൾ. എല്ലാ ദിശകളിലെയും ടെലിഫോണുകളെ ബന്ധിപ്പിക്കുന്ന ടെലിഫോൺ ലൈനുകളുമായി അവയെ താരതമ്യം ചെയ്യാം. ഞരമ്പുകളാണ് നട്ടെല്ല് വഴി ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും തലച്ചോറുമായി ബന്ധിപ്പിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു. Nerves are of three kinds. Sensory nerves. These nerves carry messages from the sense organs to the brain and spinal cord. Motor nerves. These nerves carry messages from the brain and spinal cord to the muscles of organs, telling them what to do. Mixed nerves. These nerves carries messages between the sensory and motor nerve cells. ഞരമ്പുകൾ 3 തരത്തിലാണ് ഉള്ളത്. ഇതിൽ ആദ്യത്തേതാണ് സെൻസറി നെർവ്സ്. ഈ ഞരമ്പുകളുടെ ജോലി ഇന്ദ്രിയങ്ങളിൽ നിന്ന് സന്ദേശങ്ങൾ ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും എത്തിക്കുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തേതാണ് മോട്ടോർ നെർവ്സ്. ഈ ഞരമ്പുകളുടെ ജോലി നേരെ തിരിച്ചാണ്. ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നുമുള്ള സന്ദേശങ്ങൾ അവയവങ്ങളുടെ പേശികളിലേക്ക് എത്തിക്കുകയും എന്ത് ചെയ്യണമെന്ന് അവരോട് പറയുകയും ചെയ്യുന്നു. ഇനി മൂന്നാമത്തേത് മിക്സ്ഡ് നെർവ്സ്. ഈ ഞരമ്പുകളുടെ ജോലി ആദ്യത്തെ 2 നെർവ്സുകൾ തമ്മിലുള്ള സന്ദേശങ്ങൾ വഹിക്കുക എന്നതാണ്. സെൻസ് ഓർഗൻസ്. You have learned that you have 5 sense organs: the ears, nose, skin, eyes and tongue. Sense organs help us to get information about our surroundings. They are windows to the outside world. Let us learn about each of the sense organs. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സെൻസ് ഓർഗൻസിനെ കുറിച്ചാണ്. സെൻസ് ഓർഗൻസ്. സെൻസ് ഓർഗൻസ് അഥവാ ഇന്ദ്രിയങ്ങൾ. നമുക്ക് 5 ഇന്ദ്രിയങ്ങൾ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചെവികൾ, മൂക്ക്, കണ്ണുകൾ, തൊലി, നാവ് എന്നിവയാണ് ഈ പഞ്ചേന്ദ്രിയങ്ങൾ. നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ ഈ ഇന്ദ്രിയങ്ങളാണ് നമ്മളെ സഹായിക്കുന്നത്. അവ ഓരോന്നും പുറം ലോകത്തേക്ക് തുറക്കുന്ന ജാലകങ്ങളാണ്. ഓരോ ഇന്ദ്രിയങ്ങളെ കുറിച്ചും നമുക്ക് വിശദമായി പഠിക്കാം. ഐസ്. Your eyes help you to differentiate colors, shapes, size and distance of objects around you. The eyes are present in the socket of the skull. The eyelids and eyelashes protect the eyes from dust, dirt and bright light. ആദ്യം നമുക്ക് കണ്ണുകളെ കുറിച്ച് പഠിക്കാം. നമ്മുടെ ചുറ്റുമുള്ള വസ്തുക്കളുടെ നിറങ്ങൾ, ആകൃതികൾ, വലുപ്പങ്ങൾ, ദൂരം എന്നിവ തിരിച്ചറിയാൻ കണ്ണുകൾ നിങ്ങളെ സഹായിക്കുന്നു. തലയോട്ടിയിലെ സോക്കറ്റുകളിലാണ് കണ്ണുകൾ സ്ഥിതി ചെയ്യുന്നത്. പൊടി, അഴുക്ക്, തിളക്കമുള്ള വെളിച്ചം എന്നിവയിൽ നിന്ന് കണ്ണുകളെ കൺപോളകളും കൺപീലികളും സംരക്ഷിക്കുന്നു. The eyes have 3 layers. Cornea. It is the first transparent layer of the eye. Iris. It is the second colored layer of the eye. Within the center of the iris lies a black spot called pupil. Light enters the eye through the pupil. Tiny muscles control the size of the pupil. The pupils enlarge in dim light to allow more light to enter and become small in bright light to allow less light to enter the eyes. Behind the pupil lies the lens that forms images of objects you see on the retina. It is the third layer of the eye. It acts like a screen on which the image of what you see is formed. കണ്ണുകൾക്ക് 3 പാളികളുണ്ട്. അതിൽ ആദ്യത്തേത് കണ്ണിൻ്റെ സുതാര്യ പാളിയായ കോർണിയ ആണ്. ഐറിസ്. ഇത് കണ്ണിൻ്റെ രണ്ടാമത്തെ നിറമുള്ള പാളിയാണ്. ഐറിസിൻ്റെ മധ്യഭാഗത്ത് ഒരു കറുത്ത പുള്ളി കാണാം. ഇതിനെ പ്യൂപ്പിൾ എന്നാണ് പറയുന്നത്. ഇതിൽ കൂടിയാണ് കണ്ണിലേക്ക് വെളിച്ചം പ്രവേശിക്കുന്നത്. ചെറിയ പേശികളാണ് പ്യൂപ്പിളിൻ്റെ വലിപ്പം നിയന്ത്രിക്കുന്നത്. മങ്ങിയ വെളിച്ചത്തിൽ പ്യൂപ്പിൾ വലുതാക്കുകയും കൂടുതൽ പ്രകാശം കണ്ണിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു.
നല്ല തെളിച്ചമുള്ള പ്രകാശത്തിൽ ചെറുതാക്കാനും ഇത് സഹായിക്കും. പ്യൂപ്പിൾസിൻ്റെ പിൻഭാഗത്താണ് റെറ്റിനയിൽ നമ്മൾ കാണുന്ന വസ്തുക്കളുടെ ചിത്രങ്ങൾ സൃഷ്ടിക്കുന്ന ലെൻസ് ഇരിക്കുന്നത്. റെറ്റിന ഇത് കണ്ണുകളുടെ മൂന്നാമത്തെ പാളിയാണ്. നിങ്ങൾ കാണുന്നതിൻ്റെ ചിത്രം രൂപപ്പെടുന്ന ഒരു സ്ക്രീൻ പോലെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. കെയർ ഓഫ് ഐസ്. ഐസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് സെൻസ് ഓർഗൻസ്. We can take care of them in the following ways. Wash your eyes with clear water at least 2 to 3 times a day. Keep anything that you are reading at a distance of 25 cm from your eyes. Avoid reading in a moving vehicle. Always read in sufficient light. It should neither be too bright nor too dim. Do not watch TV or work on the computer for long hours. Eat food rich in vitamin A. Get your eyes checked up from an eye specialist periodically. ഇനി നമുക്ക് കണ്ണുകൾ എങ്ങനെ പരിപാലിക്കാം എന്ന് നോക്കാം. നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ് കണ്ണ്. ഇനി പറയുന്ന മാർഗങ്ങളിലൂടെ നമുക്കവയെ പരിപാലിക്കാൻ കഴിയും. ഒരു ദിവസം കുറഞ്ഞത് 2-3 തവണയെങ്കിലും നല്ല ശുദ്ധമായ വെള്ളം ഉപയോഗിച്ച് കണ്ണുകൾ കഴുകുക. നിങ്ങൾ വായിക്കുന്ന എന്തും കണ്ണിൽ നിന്ന് 25 സെൻറ്റിമീറ്റർ അകലം പാലിക്കുക. ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ ഇരുന്ന് വായിക്കുന്നത് ഒഴിവാക്കുക. എപ്പോഴും നല്ല വെളിച്ചത്തിൽ മാത്രം വായിക്കുക. അത് വളരെ കൂടിയ വെളിച്ചമോ വളരെ കുറഞ്ഞ വെളിച്ചമോ ആയിരിക്കരുത്. ഒരുപാട് സമയം തുടർച്ചയായി TV കാണുകയോ കമ്പ്യൂട്ടർ ഉപയോഗിക്കുകയോ ചെയ്യരുത്. വിറ്റാമിൻ എ ഒരുപാട് അടങ്ങിയ ഭക്ഷണം കഴിക്കുക. കൃത്യമായ ഇടവേളകളിൽ നമ്മുടെ കണ്ണുകൾ ഒരു ഐ സ്പെഷ്യലിസ്റ്റിനെ കൊണ്ട് പരിശോധിക്കുക. ഇയേഴ്സ്. The ears on the sides of your head enable you to hear and also keep your balance. An ear has 3 parts: external ear, middle ear, inner ear. പഞ്ചേന്ദ്രിയങ്ങളിൽ രണ്ടാമത്തേതാണ് ചെവികൾ. തലയുടെ വശങ്ങളിലുള്ള ചെവികൾ ശബ്ദങ്ങൾ കേൾക്കാനും ബാലൻസ് നിലനിർത്താനും നമ്മളെ സഹായിക്കുന്നു. കണ്ണിൻ്റെ പോലെ തന്നെ നമ്മുടെ ചെവികൾക്കും 3 ഭാഗങ്ങളുണ്ട്: എക്സ്റ്റേണൽ ഇയർ, മിഡിൽ ഇയർ, ഇന്നർ ഇയർ. എക്സ്റ്റേണൽ ഇയർ. ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ദ ഇയർ ദാറ്റ് ഈസ് സീൻ ഔട്ട്സൈഡ്. ഇറ്റ് ഈസ് ഫണൽ ഷേപ്ഡ് ആൻഡ് കളക്ട്സ് സൗണ്ട് വേവ്സ്. Middle ear. From the external ear, sound waves travel to the middle ear that has the eardrum. The sound waves vibrate the eardrum. The sound is transmitted to the inner ear. Inner ear. In the inner ear, the sound waves are converted into electrical signals by nerves. The signals go to the brain through the auditory nerve. ആദ്യത്തെ ഭാഗമാണ് എക്സ്റ്റേണൽ ഇയർ. പുറത്ത് കാണുന്ന ചെവിയുടെ ഭാഗമാണിത്. ഇത് ഫണൽ ആകൃതിയിലുള്ളതും ശബ്ദ തരംഗങ്ങൾ ശേഖരിക്കുന്ന ഭാഗവുമാണ്. രണ്ടാമത്തെ ഭാഗം മിഡിൽ ഇയർ. എക്സ്റ്റേണൽ ഇയറിൽ നിന്ന് ശബ്ദ തരംഗങ്ങൾ മിഡിൽ ഇയറിലേക്ക് സഞ്ചരിച്ച് ഇയർ ഡ്രമ്മിൽ എത്തുന്നു. ഈ ശബ്ദ തരംഗങ്ങൾ ചെവിയിൽ സ്പന്ദിക്കുന്നു. അവിടെ നിന്ന് ശബ്ദം ഇന്നർ ഇയറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ചെവിയുടെ മൂന്നാമത്തെ ഭാഗമാണ് ഇന്നർ ഇയർ. ഈ ഭാഗത്ത് വെച്ച് ഞരമ്പുകൾ ശബ്ദ തരംഗങ്ങളെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആക്കി മാറ്റുന്നു. ഈ സിഗ്നലുകൾ ഓഡിറ്ററി നെർവിലൂടെ നേരെ ബ്രെയിനിലെത്തും. അങ്ങനെയാണ് ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുന്നതും തിരിച്ചറിയുന്നതും. ഇനി നമുക്ക് മൂക്കിനെ പറ്റി പഠിക്കാം. നമ്മുടെ ശ്വസന വ്യവസ്ഥയിലെ ആദ്യ ഭാഗമാണ് മൂക്ക്. അതുപോലെ തന്നെ ഗന്ധങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നതും മൂക്ക് വഴിയാണ്. മൂക്കിലെ അസ്ഥികളും തരുണാസ്ഥികളുമാണ് മൂക്കിന്റെ ആകൃതി നിർണ്ണയിക്കുന്നത്. കെയർ ഓഫ് നോസ്. കീപ് ദ നോസ് ക്ലിയർ ബൈ ബ്ലോയിങ് ഇറ്റ് ജെന്റ്ലി വൈൽ ടേക്കിംഗ് ബാത്ത്. Do not insert anything into your nose. ഇനി നമുക്ക് മൂക്ക് എങ്ങനെ പരിപാലിക്കാം എന്ന് നോക്കാം. കുളിക്കുമ്പോൾ മൂക്ക് മൃദുവായി തിരുമി വൃത്തിയാക്കി സൂക്ഷിക്കുക. ഒരു കാരണവശാലും ഒരു സാധനവും മൂക്കിൽ ഇടരുത്. ടങ്. The tongue is a fleshy organ in your mouth that enables you to taste. The surface of the tongue has taste buds. The taste buds help you to identify 4 kinds of taste: sweet, salty, sour, and bitter. The taste buds have nerve endings that carry taste messages to the brain. ഇനി നമ്മൾക്ക് അടുത്ത ഇന്ദ്രിയമായ നാവിനെ കുറിച്ച് പഠിക്കാം.
നമ്മുടെ വായിലെ മാംസളമായ അവയവമായ നാവിലൂടെയാണ് നമ്മൾ രുചി തിരിച്ചറിയുന്നത്. നാവിന്റെ മുകളിൽ ടേസ്റ്റ് ബഡ്സ് അഥവാ രുചിമുകുളങ്ങളുണ്ട്. മധുരം, ഉപ്പ്, പുളിപ്പ്, കയ്പ് തുടങ്ങിയ 4 തരം രുചികൾ തിരിച്ചറിയാൻ ടേസ്റ്റ് ബഡ്സ് ആണ് നമ്മളെ സഹായിക്കുന്നത്. ടേസ്റ്റ് ബഡ്സിന് തലച്ചോറിലേക്ക് രുചി സന്ദേശങ്ങൾ എത്തിക്കുന്ന നാഡിഞരമ്പുകളുണ്ട്. കെയർ ഓഫ് ടങ്. അവോയ്ഡ് ഈറ്റിംഗ് വെരി സ്പൈസി ആൻഡ് ഹോട്ട് ഫുഡ്. Avoid drinking very hot drinks. Clean your tongue with a tongue cleaner daily to remove germs present on it. നാവിൻ്റെ പരിപാലനം. ഒരുപാട് എരിവും ചൂടുമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കുക. വളരെ ചൂടുള്ള പാനീയങ്ങൾ ഒഴിവാക്കുക. നിങ്ങളുടെ നാവ് ഒരു ടങ് ക്ലീനർ ഉപയോഗിച്ച് ദിവസവും വൃത്തിയാക്കുക. സ്കിൻ. The skin is the largest sense organ. It covers your entire body. It protects you from dirt, germs and getting hurt. The skin contains nerve endings that enable you to detect pain, pressure, hot, cold, touch, etc. The skin also removes waste from your body in the form of sweat. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഇന്ദ്രിയമാണ് സ്കിൻ. ഇത് നമ്മുടെ ശരീരം മുഴുവൻ മൂടുന്നു. അഴുക്ക്, അണുക്കൾ, മുറിവുകൾ എന്നിവയിൽ നിന്ന് ഇത് നിങ്ങളെ സംരക്ഷിക്കുന്നു. വേദന, സമ്മർദ്ദം, ചൂട്, തണുപ്പ്, സ്പർശം എന്നിവ കണ്ടെത്താൻ നിങ്ങളെ സഹായിക്കുന്ന നെർവ് എൻഡിങ്സ് ചർമ്മത്തിൽ അടങ്ങിയിരിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ നിന്ന് മാലിന്യങ്ങൾ വിയർപ്പിന്റെ രൂപത്തിൽ നീക്കം ചെയ്യാൻ സ്കിന്നാണ് നമ്മളെ സഹായിക്കുന്നത്. കെയർ ഓഫ് സ്കിൻ. Keep your skin clean by bathing every day. Any cut or bruise on the skin should be attended to immediately. സ്കിൻ സംരക്ഷിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ദിവസവും കുളിച്ച് ചർമ്മം വൃത്തിയാക്കി സൂക്ഷിക്കുക. ചർമ്മത്തിൽ മുറിവുകളോ ചതവുകളോ ഉണ്ടായാൽ ഉടൻ തന്നെ അതിനുള്ള പ്രതിവിധി ചെയ്യുക. അപ്പോൾ നമ്മുടെ 2ാം ചാപ്റ്റർ പൂർത്തിയായി. ഇനി നമുക്ക് ഇതിന്റെ എക്സർസൈസ് നോക്കാം. ഓറൽ ക്വസ്റ്റ്യൻസ്. Fill in the blanks. Reflex actions are under the control of the spinal cord. The dash is the largest part of the brain. Cerebrum. 3. The spinal cord extends down the dash of the brain. Medulla. 4. The dash is also called the brainstem. Medulla. 5. The dash controls involuntary actions. Medulla. Answer in yes or no. 1. The sensory nerves carry messages from the brain to muscles. No. 2. The pupil enlarge in bright light. No. 3. The eyes are the largest sense organ. No. 4. The optic nerve carries messages from the ear to brain. No. 5. The tongue can identify 5 tastes. No. 6. The eardrum is present in the outer ear. No. New words. Brain, the control center of the body. Spinal cord, a thick bundle of nerves that runs down from the medulla to the lower back. Reflex action, an involuntary action that is under the control of the spinal cord. Neuron, a nerve cell that comprises of a cell body, dendrites and axon. Sense organs, window from our body to the outside world. Taste buds, tiny bumps on the tongue that help to identify taste. Tick the correct answer. A. Part of the brain that helps us to memorize things is the cerebrum. B. The spinal cord extends from the medulla. C. Reflex action are under the control of the spinal cord. D. The control center of the body is brain. E. Part of the eye that acts as a screen is retina. Answer the following. A. Distinguish between cerebrum and cerebellum. Answer. Cerebrum. Big brain. Helps to memorize, reason and think. Cerebellum. Small brain. Controls the movement of muscles and keeps your balance. B. Distinguish between motor and sensory nerves. Answer. Motor nerves carry messages from the brain to the muscles. Sensory nerves carry messages from sense organs to the brain.
C. Define reflex action, sense organs, brain. Reflex action, an automatic action that is under the control of the spinal cord. Sense organs, windows in our body to the outside world. Brain, the control center of the body. D. Explain the parts of the eye. The eye has 3 layers. Cornea, it is the first transparent layer of the eye. Iris, it is the second colored layer of the eye. Within it lies the pupil. Retina, it is the third layer of the eye that acts as a screen on which the image is formed. E. What sensation is the skin sensitive to? The skin is sensitive to pain, pressure, hot, cold, touch. F. How do eyelids and eyelashes help the eyes? The eyelids and eyelashes protect the eyes from dust, dirt, and bright light. G. Explain the parts of the ear. The ear has 3 parts. External ear, it is funnel shaped and collects sound waves. Middle ear, it has the eardrum that vibrates when sound waves touch it. Inner ear, here the sound waves are converted into electrical signal by nerves. The signals go to the brain through the auditory nerves. H. 3 ways by which you can take care of your eye. Avoid reading in a moving vehicle. Keep anything that you read at a distance of 25 cm from your eyes. Do not watch TV or work on the computer for long hours. I. Explain the structure of a neuron. Neurons have many branches coming out from the cell body, which forms the main part of the neurons. Small branches called dendrites extend short distance from the cell body and form a synapse with the other dendrite of neurons. A long branch called axon makes connection with axons of other neurons. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ഇവിടെ കൊണ്ട് പൂർണ്ണമായി തീർന്നു. ഞാൻ എൻ്റെ ചാനലിൽ കുറേ സബ്ജക്റ്റിൻ്റെ വീഡിയോസൊക്കെ ഇട്ടായിരുന്നു. അത് കാണാത്തവർക്കായി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ഇടാം. എല്ലാവരും അത് കയറി കാണണം. ഹിന്ദി, ഇംഗ്ലീഷ്, സയൻസ്, മാത്സ്, മലയാളം ഒത്തിരി ഉണ്ട്. അപ്പോൾ എല്ലാവരും അത് പോയി കാണണം. എൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഉടനെ തന്നെ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം. അതുവരെ ബൈ.